നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 കൂട്ടി. 10 ദിവസത്തിനിടയിൽ 4 തവണയായി കൂടിയത് ₹8. മോദി ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ആഗോള വിപണിയിലെ അസ്ഥിരതയിൽ രാജ്യം വിലക്കയറ്റ ഭീഷണിയിലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിലവർധനവിൽ പൊറുതിമുട്ടിയെന്ന് ജനങ്ങൾ. രത്തൻ കേൽക്കറുടെ നിയമന വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്നും നിയമനത്തിൽ എന്ത് അപാകതയെന്നും മുഖ്യമന്ത്രി. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ നടന്നത് താൽക്കാലിക മാറ്റം മാത്രം. ഗുരുവായൂരിൽ ടിക്കറ്റ് എടുത്താണ് ദർശനം നടത്തിയെന്നും VD സതീശൻ. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിന് സർക്കാരിന് സാവകാശം നൽകി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം സുപ്രീം കോടതി വിധി നടപ്പാക്കണം. ഉത്തരവ് നടപ്പാക്കിയാൽ 8 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സമരം ഏറ്റെടുത്ത CPM. പോലീസ് ശ്രമിച്ചത് മുത്തങ്ങയുടെ മിനി പതിപ്പിനെന്ന് MV ഗോവിന്ദൻ. മുനമ്പത്തെ വഖഫ് ഭൂമിയിൽ പോരാട്ടം ശക്തമാക്കാൻ സമരസമിതി. വഖഫ് ബോർഡ് രാഷ്ട്രീയം കളിച്ചെന്ന് മുഖ്യമന്ത്രി. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി സൗദി ഭരണകൂടം. ഇന്ത്യയിൽ നിന്നും എത്തിയത് 1,77,000-ഓളം തീർത്ഥാടകർ. UAE-യിൽ ബുധനാഴ്ച ബലിപ്പെരുന്നാൾ. രാജ്യത്തു നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും പ്രവേശിക്കുമ്പോഴും യാത്രക്കാർ സാമ്പത്തിക വെളിപ്പെടുത്തൽ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ്. നിയമപരമായി അനുവദിച്ച പരിധിവരെ തുക കൈവശം വയ്ക്കാം. പരിധിക്ക് മുകളിലുള്ള പണമുണ്ടെങ്കിൽ ഉറവിടം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമെന്ന മുന്നറിയിപ്പ്. ഇരുട്ടടിയായി രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിന് ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അയൽ രാജ്യങ്ങളെക്കാൾ ഇന്ധനവില കുറവാണ് രാജ്യത്തെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ന്യായീകരണം. 2 ആഴ്ചയ്ക്കിടെ ഇത് 4ാമത്തെ തവണയാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 കൂട്ടി. ഇതോടെ ഡൽഹിയിൽ ഡീസലിന് 95.20 രൂപയും പെട്രോളിന് 102.12 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന്റെ വില 115 കടന്നു. ലിറ്ററിന് 8 രൂപ വരെ ക്രമേണയുള്ള വർധനവ് തുടരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഇന്ധന വില വർധനവിന് കാരണം. വിപണിയിൽ വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണക്കമ്പനികൾ തുടർച്ചയായി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം നിലവിൽ രാജ്യത്ത് ഊർജ പ്രതിസന്ധിയില്ലെന്നും അടുത്ത 60 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്നുമാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം ആഗോള വിപണിയിൽ തുടരുന്ന സ്ഥിരത കാരണം രാജ്യം വിലക്കയറ്റ ഭീഷണി നേരിടുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വളത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും വില വർദ്ധിക്കുകയാണ്. ഇറാൻ-അമേരിക്ക സംഘർഷം ആഗോള വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ധനം, വളം, വിദേശ നാണ്യശേഖരം എന്നിവയിൽ ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ധനമന്ത്രി അഭ്യർത്ഥിച്ചു. Temporary reality in which we are living, I would want to highlight those activities that we've been undertaking. Actually, these launches are taking place at a time when the global environment is uncertain. All of us recognize that. The West Asia crisis not only is a diplomatic or a geopolitical issue. For businesses and common people, it can mean higher fuel cost, delayed cargo, costlier shipping, shortage of inputs, pressure on working capital, and uncertainty in export orders. Just imagine all of them coming together because of that West Asia. രത്തൻ കേൽക്കറുടെ നിയമന വിവാദമാണ് കുറച്ച് ദിവസമായി രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നു. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി. രത്തൻ കേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്നും അദ്ദേഹത്തെ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ എന്താണ് അപാകതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ ഇപ്പോൾ നടന്നത് താൽക്കാലിക മാറ്റം മാത്രമെന്നും മന്ത്രിമാരുടെ അഭിപ്രായം പരിഗണിച്ചുള്ള നിയമങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു.
മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖൽഖറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. നിയമനം ചോദ്യം ചെയ്ത് CPM-ഉം പരിഹസിച്ച് BJP-യും രംഗത്ത് വന്നിരുന്നു. വിമർശനം വ്യാപകമാകുമ്പോഴാണ് പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എഫിഷ്യന്റായ ഉദ്യോഗസ്ഥനാണ് രത്തൻ ഖൽഖർ. കഴിഞ്ഞ സർക്കാർ തന്നെയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. തന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ എന്താണ് തെറ്റെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അദ്ദേഹം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ മന്ത്രിമാരോട് അഭിപ്രായം ചോദിച്ചില്ല എന്ന വിമർശനത്തിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. ഇപ്പോൾ നിയമിച്ചത് താൽക്കാലികം മാത്രമാണ്. വകുപ്പുകൾ തരംതിരിക്കുകയാണെന്നും മന്ത്രിമാരെ കൂടി പരിഗണിച്ചുള്ള നിയമനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും പറഞ്ഞു. സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥരായ B. അശോകിനെയും N. പ്രശാന്തിനെയും തിരിച്ചെടുക്കുന്ന കാര്യം ചർച്ചയിലാണ്. അതേസമയം ഗുരുവായൂർ ദർശനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ കള്ളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ മന്ത്രിമാർക്കും ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IAS-കാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായില്ല. ജൂൺ 15-ന് മുമ്പ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടി ഉത്തരവിറക്കി PSC. കാലാവധി നീട്ടി നൽകുവാനുള്ള VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൻ്റെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി. ഇന്ന് ചേർന്ന PSC യോഗമാണ് കാലാവധി നീട്ടി തീരുമാനമെടുത്തത്. ഈ കാലാവധിയിലുള്ള 289 PSC റാങ്ക് ലിസ്റ്റുകളിലായി 3845 ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കും. അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു. ഇന്ന് കോടതി 12 പ്രതികളുടെ ജീവപര്യന്തം വിധിച്ചു. വിചാരണ കോടതി വിധിച്ച 7 വർഷം ശിക്ഷ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഹൈക്കോടതി വർദ്ധിപ്പിക്കുകയായിരുന്നു. അതേസമയം 1-ാം പ്രതി മേച്ചേരി ഹുസൈൻ അടക്കം 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. അട്ടപ്പാടി മുക്കാലിയിൽ ആൾക്കൂട്ടമർദ്ദനമേറ്റ് മധു എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ 12 പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഉയർത്തി. 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതികൾക്കുമേൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കുറ്റം കൂടി ചുമത്തിയാണ് ശിക്ഷ ഉയർത്തിയത്. 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ് നൽകിയിട്ടുണ്ട്. 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപയുമാണ് നേരത്തെ വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവ് മാത്രമേ വിധിച്ചിരുന്നുള്ളൂ. 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 1-ാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടത്. 1-ാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതിയുടെ നടപടി തെറ്റായ സന്ദേശം നൽകുമെന്ന് മധുവിന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ വിധി ആശ്വാസകരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. ട്രയൽ ജഡ്ജ് 7 ഇയർ മാത്രം ഇംപ്രിസൺമെൻറ്റ് കൊടുത്ത കേസിൽ 304 പാർട്ട് 2-ൽ ഇവിടെ അത് 304 പാർട്ട് 2 കൺവിക്റ്റ് ചെയ്യുകയും റെഡ് വിത്ത് 325 SC/ST ആക്ട് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ നിർണായകമായത് എല്ലാ വിറ്റ്നസസും ഇതിൻ്റെ അകത്ത് ഹോസ്റ്റലായി പോവുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. 1-ാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം 1-ാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ
ആർക്കും കാണാൻ പറ്റില്ല. കേസിലെ മറ്റു പ്രതികളായ മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈജുമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. മധുവിന്റെ കുടുംബവും പ്രതികളും നൽകിയ അപ്പീൽ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മധുവിന് നീതി ലഭിക്കാൻ ഒപ്പം നിന്ന കേരള സമൂഹത്തിന് നന്ദിയെന്ന് മധുവിൻ്റെ അമ്മ മലിയും സഹോദരി സരസുവും പറഞ്ഞു. പ്രതികൾക്ക് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും മധുവിൻ്റെ കുടുംബവും നൽകിയ ഹർജികളാണ് ഹൈക്കോടതി പ്രധാനമായും പരിഗണിച്ചത്. വിധി പറയുന്ന സാഹചര്യത്തിൽ മധുവിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് പ്രത്യേക സംരക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. ഇതേമാതിരി ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. പിന്നെ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാരും പോയിട്ട് എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും 2018 ഫെബ്രുവരി 22-നാണ് മുക്കാലിയിൽ വെച്ച് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന മധുവിനെ ഒരു സംഘം മോഷണക്കുറ്റം ആരോപിച്ച് കൈകൾ ബന്ധിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. പിന്നീട് അവർ അഗളി പോലീസിന് മധുവിനെ കൈമാറി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ മധു മരണമടഞ്ഞു. കൊല്ലപ്പെടുമ്പോൾ 27 വയസ്സായിരുന്നു മധുവിന്റെ പ്രായം. മർദ്ദനത്തിനിടെ എടുത്ത ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുയർന്നു. വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്കും 7 വർഷം കഠിനാടകവും 1 ലക്ഷം രൂപ പിഴയുമായിരുന്നു ശിക്ഷ. ഈ ശിക്ഷ പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. എൻ്റെ മധു എത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം നമ്മുടെ ഈ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ 1-ാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹം മൊത്തം അതിനെതിരെ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 12 പേർക്ക് ജീവപര്യന്തം കൊടുത്തു എന്നതിന് എനിക്ക് വളരെ ആശ്വാസം തന്നെയാണ്. അതുപോലെ എൻ്റെ വക്കീലന്മാരുണ്ട്. ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ ഈ കേസിൽ കൂറുമാറുകയുണ്ടായി. അതിന് എനിക്ക് വളരെ വിഷമം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ആർക്കും നമ്മുടെ ഈ കേരളത്തിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ. 2022 ഏപ്രിൽ 28-ന് വിചാരണ തുടങ്ങിയത് മുതൽ സാക്ഷികൾ കൂറുമാറിയത് കേസിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 103 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി നൽകിയവർ വരെ പിന്നീട് കോടതിയിൽ കൂറുമാറി. ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് കുടുംബം നിയമപോരാട്ടം നടത്തി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗ്ഗമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിധി നടപ്പാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി സമരസമിതി അറിയിച്ചു. കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ല എന്നും സമരസമിതി ഭാരവാഹികൾ പ്രതികരിച്ചു. മലയിടം തുരുത്ത് പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിഷയത്തിൽ 2 ആഴ്ചത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി 2 ആഴ്ചത്തെ സാവകാശം മറ്റു നടപടികൾക്ക് എടുക്കുന്നതിന് നൽകിയിട്ടുണ്ട്. ഈ 2 ആഴ്ചക്കകം ഭരണകൂടം അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്ക് അനുകൂലമായ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് തീരുമാനവും എടുക്കാൻ ഏതറ്റവും വരെ പോകും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് അപ്രകാരം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുമുണ്ട്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയാതെ കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത്. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. തർക്കഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമപരമായ അവകാശമുണ്ടാകണം. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ നിയമവഴി തേടിയിട്ടില്ലെന്നും കോടതിയെ സമീപിക്കാത്തിടത്തോളം കുടിയൊഴിപ്പിക്കുന്നത് തടയാനാവില്ലെന്നും ജസ്റ്റിസ് TR രവി നിരീക്ഷിച്ചു. അതേസമയം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ മുത്തങ്ങയുടെ മിനിപ്പതിപ്പാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പാര്യത്തുകാവിലെ ജനങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസമാണല്ലോ ഇവിടെ മുത്തങ്ങയുടെ പുതിയ സാമ്പിൾ, ഒരു കുട്ടി രൂപം മുത്തങ്ങയിൽ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരെയും അടിച്ച് അതിശക്തിയായ കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയ ആ സന്ദർഭം, ആ രീതി, അതിലൊരു മിനി പതിപ്പ് ഇവിടെ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിച്ചത്. ശാക്തമത്തായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് വന്നപ്പോഴാണ് അവർക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വിളിച്ചു. നിങ്ങൾ ആര് തിരിച്ചു വിളിച്ചു? നിങ്ങൾ തിരിച്ചു വിളിച്ചാലും തിരിച്ചു വിളിച്ചില്ലെങ്കിലും ഈ പോരാട്ട ഭൂമിയിൽ നിന്ന്
ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ഞങ്ങളെല്ലാം ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിധി നടപ്പാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി അറിയിച്ചു. വിഷയത്തിൽ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും സമരസമിതി പ്രതികരിച്ചു. 2 ആഴ്ചക്കാലത്തേക്ക് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തൽക്കാലം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരത്തിൽ ഇവിടുത്തെ താമസിക്കുന്ന നിവാസികൾ, കുടുംബാംഗങ്ങൾ, അവരുടെ ഡിമാൻഡ് ഞങ്ങളെ പുറത്തു കടത്തി വിടാൻ കഴിയില്ല. മരിച്ചാലും ശരി ഞങ്ങൾ ഇവിടുന്ന് പോകില്ലെന്നും ആ ഡിമാൻഡിനെ അല്ലെങ്കിൽ ആ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ കോടതി 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരുമെങ്കിൽ ആ സമരത്തെ കുടിയേറക്കലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം എറണാകുളം മലയിടം തുരുത്ത് നിവാസികൾ വഴിയാധാരമാകില്ല എന്ന് സർക്കാർ. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ 8 കുടുംബങ്ങൾക്ക് പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 14 തവണ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് പോയിട്ടും ചെറുവിരൽ പോലും അനക്കാതിരുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ ഔദ്യോഗികമായി തുടക്കമായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകർ അടക്കം തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരിയായ മിനായിലേക്ക് എത്തിച്ചേർന്നു. ഇതോടെ മിന താഴ്വര ഭക്തിസാന്ദ്രമായി. ശുഭവസ്ത്രം ധരിച്ച് ഇന്ന് മിനായിൽ കഴിഞ്ഞുകൂടുന്ന തീർത്ഥാടകർ ദൈവിക കീർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകും. മിനായിൽ രാപ്പാർക്കുന്ന തീർത്ഥാടകർ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി നാളെ പുലർച്ചെയോടെ അറഫയിലേക്ക് നീങ്ങും. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി വിപുലവും ആധുനികവുമായ സജ്ജീകരണങ്ങളാണ് സൗദി ഭരണകൂടം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ സ്മാർട്ട് കാർഡുകളും വിവിധ ഭാഷകളിൽ സേവനം ലഭ്യമാകുന്ന തവക്കൽന ആപ്പ് പോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും സൗദി മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇത്തവണ 1,75,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാനായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ തിങ്കളാഴ്ച ഉച്ചയോടെ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും മിനായിൽ എത്തിക്കഴിഞ്ഞു. UAE-യിൽ ബുധനാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. രാജ്യത്തെ പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനായി സജ്ജമായി. വിവിധ എമിറേറ്റുകളിൽ സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങളും ശക്തമാക്കി. അബുദാബിയിൽ രാവിലെ 5:51-നും, അലൈനിൽ 5:45-നും, ദുബായിൽ 5:47-നും, ഷാർജയിൽ 5:45-നും നമസ്കാരം നടക്കും. ഖൊർഫക്കാൻ, കൽബ, ദിബ അൽ ഹിസിൻ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിൽ രാവിലെ 5:42-നാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അജ്മാനിലും ഉമ്മുൽ ഖുവൈനിലും രാവിലെ 5:44-നും, റാസൽ കമീലും ഫുജറയിലും രാവിലെ 5:43-നുമാണ് പെരുന്നാൾ നമസ്കാരം. പള്ളികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിശ്വാസികൾ രാവിലെ 5:30-നകം എത്തിച്ചേരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് രാജ്യത്തെ വിപണികളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും സജീവമായി. കുടുംബ സംഗമങ്ങൾക്കും ആഘോഷങ്ങൾക്കും തയ്യാറായി UAE-യിലെ പ്രവാസി സമൂഹം ബലിപ്പെരുന്നാളിനെ വരവേൽക്കുകയാണ്. ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്ന കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി വിശ്വാസം, ത്യാഗം, കാരുണ്യം, ഉദാരത എന്നിവയുടെ പ്രതീകമാണ് ബലിപ്പെരുന്നാളെന്ന് അദ്ദേഹം തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ സുദിനം പ്രചോദനമേകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും പരസ്പര വിശ്വാസത്തെയും അംബാസഡർ പ്രകീർത്തിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായും അവർ പറഞ്ഞു. കുവൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും യാത്രക്കാർ സാമ്പത്തിക വെളിപ്പെടുത്തൽ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാലിഹ് അൽ ഉമർ. 3000 കുവൈറ്റി ദിനാറോ തുല്യമായ വിദേശ കറൻസിയോ കൈവശമുള്ളവർ ഇക്കാര്യം നിർബന്ധമായും അധികൃതരെ അറിയിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രാവലേഴ്സ് ചെക്കുകൾ, പണമായി മാറ്റാവുന്ന ബോണ്ടുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. ഓരോ പ്രായപൂർത്തിയായ യാത്രക്കാരനും നിയമപരമായി അനുവദിച്ച പരിധിവരെ തുക കൈവശം വയ്ക്കാം. എന്നാൽ പണത്തിൻ്റെ ഉറവിടം തെളിയിക്കുന്ന ബാങ്ക് രേഖകളോ എക്സ്ചേഞ്ച് കമ്പനി രേഖകളോ കൈവശമുണ്ടായാൽ പ്രശ്നമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമപരമായ പരിധിക്ക് മുകളിലുള്ള തുക വെളിപ്പെടുത്താതെ യാത്ര ചെയ്യുന്നത് നിയമലംഘനമായി കണക്കാക്കുമെന്നും ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട സഹലാപ്പ് വഴി ലഭിക്കുന്ന അറിയിപ്പുകൾ സർട്ടിഫിക്കറ്റുകളുടെ തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ. ജീവനക്കാരൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പഠനാവധിയിലൂടെയോ
വിദൂര വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയോ എങ്ങനെ നേടിയതാണെങ്കിലും ഇക്കാര്യം തെളിയിക്കേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ സഹൽ ആപ്പ് വഴി സിവിൽ സർവീസ് കമ്മീഷനിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന ജീവനക്കാർക്ക് തുല്യതാ സർട്ടിഫിക്കറ്റിനായി അതേ ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവർക്ക് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ഈ രേഖകൾ വീണ്ടും സഹൽ ആപ്പ് വഴി തന്നെ ലഭ്യമാക്കുകയും തുടർന്ന് അവ ബന്ധപ്പെട്ട ജോലിസ്ഥലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് സമർപ്പിക്കാനാകുകയും ചെയ്യും. അതേസമയം സഹൽ ആപ്പ് വഴി തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്ത ജീവനക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്നും തുടർന്ന് സർട്ടിഫിക്കറ്റ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വോളണ്ടിയർമാരുടെ സംഗമം ഷർഫയിൽ നടന്നു. ഔദ്യോഗിക അംഗീകാരത്തോടെയുള്ള വോളണ്ടിയർ കോറിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും സംഗമത്തിൽ നൽകി. അറഫ, മുസ്തലിഫ, മിന എന്നിവിടങ്ങളിലെയും മഷർ റെയിൽവേ സ്റ്റേഷനിലെയും സേവന പ്രവർത്തനങ്ങൾക്കായി ജിദ്ദയിൽ നിന്നുള്ള വോളണ്ടിയർമാരെ വിന്യസിക്കും. വനിതകളടക്കമുള്ള വാക്സിൻ ചെയ്ത എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയാണ് വോളണ്ടിയർമാർ സജ്ജമായിരിക്കുന്നത്. ഹജ്ജ് വോളണ്ടിയർ സംഗമം പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ സാൽമി അതിർത്തി കവാടത്തിൽ ആധുനിക പരിശോധനാ സംവിധാനം സ്ഥാപിച്ചതായി കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. സ്മിത്സ് ഡിറ്റക്ഷൻ നിർമ്മിച്ച അത്യാധുനിക പാലറ്റ് പരിശോധനാ ഉപകരണമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കസ്റ്റംസ് നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിനും പരിശോധനാ നടപടികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉപകരണം സ്ഥാപിക്കുന്നത്. സാൽമി അതിർത്തി കവാടം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സാധനങ്ങളുടെ പരിശോധനയും കണ്ടെത്തലും വേഗത്തിലാക്കാൻ സഹായിക്കുന്നതാണ് പുതിയ സംവിധാനം. കസ്റ്റംസ് ക്ലിയറൻസ് സമയം കുറയ്ക്കുന്നതിനും കയറ്റുമതികളുടെയും ചരക്കുകളുടെയും സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്നതിനും ഇത് സഹായകരമാകും. ഓൺലൈൻ തട്ടിപ്പ് മാഫിയകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി റാസൽ ഖൈമ പോലീസ്. നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ നിങ്ങളുടെ ജാഗ്രതയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന തലക്കെട്ടിലാണ് ബോധവൽക്കരണ ക്യാമ്പയിനിന് തുടക്കമായിരിക്കുന്നത്. അപരിചിതരിൽ നിന്നുള്ള സന്ദേശങ്ങളോ വീഡിയോ കോളുകളോ അവഗണിക്കുക, വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക, പാസ്വേഡുകളും സുരക്ഷാ കോഡുകളും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക, സംശയകരമായ സന്ദേശങ്ങൾ അവഗണിക്കുക, ലിങ്കുകൾ തുറക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം പരിശോധിക്കുക എന്നിവയാണ് പോലീസ് നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ. സംശയകരമായ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് വ്യക്തമാക്കി. കുവൈറ്റിൽ തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി തുറസായ സ്ഥലങ്ങളിലെ ജോലിക്ക് കർശന നിയന്ത്രണം. മാൻ പവർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പുതിയ നിയമപ്രകാരം എല്ലാ വർഷവും ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ തുറസായ സ്ഥലങ്ങളിൽ ദിവസേന രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തൊഴിലാളികളെ ജോലിക്കിരുത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചു. നിർദ്ദിഷ്ട കാലയളവിൽ ഈ സമയക്രമം ലംഘിച്ച് ജോലിയിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം അടിയന്തര സാഹചര്യം, പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേക സുരക്ഷാ ആവശ്യങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുൻകൂർ അനുമതിയോടെ ചില ഒഴിവുകൾ അനുവദിക്കും. യുഎഇയിൽ വ്യാജ ബാങ്ക് ട്രാൻസ്ഫർ രേഖകൾ ചമച്ച മലയാളികൾ നടക്കം ലക്ഷക്കണക്കിന് ദിർഹം വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്തതായ ആരോപണം. പ്രമുഖ കയറ്റുമതി ഇറക്കുമതി സ്ഥാപനമായ KN ട്രേഡിംഗ് അധികൃതരാണ് 1.5 കോടി രൂപയുടെ നഷ്ടത്തിനും വഞ്ചനയ്ക്കുമെതിരെ നിയമ പോരാട്ടവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈസ്റ്റേൺ ഫാംസ് LLC എന്ന കമ്പനിക്കെതിരെ ദുബായ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു. രാജസ്ഥാൻ സ്വദേശിനി ഭാവന ജെയിൻ, നിതിൻ ദീക്ഷിത് എന്നിവരാണ് ഈസ്റ്റേൺ ഫാംസ് കമ്പനിയുടെ മകൾ. തേങ്ങ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ആസ്ഥാനമായുള്ള KN ട്രേഡിംഗ് കമ്പനിയുമായി 2021 സെപ്റ്റംബറിലാണ് ഈസ്റ്റേൺ ഫാംസ് കമ്പനി അധികൃതർ കരാറിൽ ഏർപ്പെടുന്നത്. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ദുബായിലേക്ക് അയച്ചു കൊടുത്ത ലക്ഷക്കണക്കിന് ദിർഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റിയ ശേഷം ഇവർ പണം നൽകാതെ മാസങ്ങളോളം ഒഴിഞ്ഞു മാറുകയായിരുന്നു. സാമ്പത്തിക വഞ്ചന വ്യക്തമായതിനെ തുടർന്ന് KN ട്രേഡിംഗ് കമ്പനി അധികൃതർ ദുബായ് ചേംബറിനെ സമീപിച്ചു. പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് ഉണ്ടായില്ല എന്നും വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞു. വേറെ കമ്പനിക്കും സെയിം എമൗണ്ട് ഉണ്ട്. അതുകൂടാണ്ട് 8ഓളം കമ്പനി നമുക്ക് അറിയാവുന്നവരുണ്ട്. എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2.5 million to 3 million ഉള്ള ക്ലെയിം വരും. ഇത് നമ്മൾക്ക് അറിയാവുന്നത്. മുനമ്പം വിഷയത്തിൽ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കുവാനുള്ള നീക്കമാണ് മുൻ സർക്കാർ നടത്തിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോണ പോക്കിൽ വഖഫ് ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് 8ന്റെ പണി തന്നിട്ടാണ് പോയത്. UDF സർക്കാർ 10 മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു. അവിടെ നിന്നും മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കില്ല എന്നും നിയമപരമായി നീങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായ തീരുമാനമെടുക്കും.
മുനമ്പം ഭൂമി സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ട്രൈബ്യൂണൽ അംഗീകരിക്കണമെന്ന മുനമ്പം സമരസമിതി. നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. രേഖകളെല്ലാം തങ്ങളുടെ പക്കൽ ഉള്ളപ്പോൾ എങ്ങനെ ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഭരണസമിതി ഭാരവാഹികൾ ചോദിച്ചു. സഭാ നേതൃത്വം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ വ്യക്തമാക്കി. എൻ്റെ നിലപാട് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തുകൊണ്ട് വഖഫ് ബോർഡിനെ അറിയിക്കുക, കേസ് പിൻവലിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2019 ആദ്യമായിട്ട് നിയമവിരുദ്ധമായിട്ടാണ് ഈ വഖഫ് ബോർഡ് ഈ രജിസ്റ്ററിൽ ആസ്തിപ്പട്ടിയിൽ ചേർത്തത്. അന്ന് റവന്യൂ ബോർഡിന് ഒരു ലെറ്റർ അയച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. തീർച്ചയായിട്ടും അന്ന് നിയമപ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് കായിക വാർത്തകൾ നോക്കാം. 2026 ഫിഫ ലോകകപ്പിനുള്ള സ്പെയിൻ ടീമിനെ പ്രഖ്യാപിച്ചു. 26 അംഗ ടീമിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി. ബാഴ്സലോണയുടെ 8 താരങ്ങൾ ഈ ടീമിൽ ഇടം നേടി. നാഷണൽ അത്ലറ്റിക് ക്ലബ്ബ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവയിൽ നിന്ന് 3 വീതം താരങ്ങളും ടീമിലുണ്ട്. 92 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് റയൽ മാഡ്രിഡിൽ നിന്നുള്ള ഒരു താരം പോലും ലോകകപ്പ് ടീമിൽ ഇടം നേടാതിരിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.